അടുത്തതായിട്ടൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. സ്പെഷ്യൽ പെർഫോമൻസുമായി വേദിയിലേക്ക് എത്തുന്നു നിസാം സാഗർ. അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് കോമഡി മസാലയുടെ ഫ്ലോറിൽ. കോമഡി മസാലയുടെ ഫ്ലോറിൽ ഫസ്റ്റ് ആണ്. സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ആദ്യമായി നമ്മളുടെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറ്, അദ്ദേഹം പല രീതിയിൽ സംസാരിക്കും. അദ്ദേഹം പല രീതിയിൽ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാഹചര്യം അനുസരിച്ചാണ്. ചിലപ്പോൾ ശാരീരികമായി ബുദ്ധിമുട്ടുള്ളപ്പോൾ അപ്പോഴൊരു ശബ്ദമുണ്ട്, അല്ലാതെ നിയമസഭയിൽ സംസാരിക്കുമ്പോൾ ഒരു ശബ്ദം, പിന്നെ ഇതുപോലുള്ള പൊതുവേദിയിൽ വരുമ്പോൾ ഒരു ശബ്ദം, അങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ വന്നാൽ എങ്ങനെയാണ് സംസാരിക്കുന്നത് നോക്കാം. എന്താണ് പരിപാടി എന്ന് പറഞ്ഞത്? മനസ്സിലായി. മാതാ അമൃതാനന്ദമയി ദേവിയുടെ നാമധേയത്തിലുള്ള അമൃത ടെലിവിഷൻ്റെ കോമഡി മസാല എന്ന പരിപാടിയിൽ തമ്പി സാറും രതീഷ് കാരക്കാടും ഫിറോസും സാബു കമലും അശ്വതിയും ഉല്ലാസും സുധി കൊല്ലവും നെൽസണും ഒക്കെ മാറ്റുരയ്ക്കുന്ന ഈ പരിപാടിയിൽ വരുവാനും നിങ്ങളെയൊക്കെ കാണുവാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇതൊരു മഹാഭാഗ്യമായി കരുതുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇനി അദ്ദേഹം നിയമസഭയിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വികാരാധീനാകാരം ചോദിച്ചോളൂ. മുല്ലപ്പെരിയാറിന്റെ വിഷയം എന്തായെന്ന് ചോദിച്ചോളൂ. ഞാൻ പറയാം. മുല്ലപ്പെരിയാർ വിഷയം എന്തായി? ഞാൻ പറയട്ടെ. അശ്വതി, മുല്ലപ്പെരിയാറിന്റെ വിഷയം തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുമായി UP അധ്യക്ഷ സോണിയാഗാന്ധിയുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇരു സംസ്ഥാനങ്ങൾക്കും ദോഷകരമല്ലാത്തൊരു തീരുമാനം ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്താണ് ഞാൻ പറഞ്ഞത്? എന്നത് അത് ഞാൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല. എന്നാ പറയുന്നില്ല. ഇങ്ങനെ പറയും. ഇനി അദ്ദേഹത്തിന് കുറച്ചുകൂടി ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളപ്പോൾ, ബുദ്ധിമുട്ടുള്ളപ്പോൾ, അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് തുടർച്ചയായി പരിപാടികളൊക്കെ ഉള്ളപ്പോൾ അല്പം കൂടി ശബ്ദം അടയ്ക്കും. ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അതായത് ഈ ഗവൺമെന്റ് ഏതാണ്ട് 5 വർഷക്കാലം ഭരിച്ചിട്ടാണ് ഇറങ്ങിയത്. ഞാനിപ്പോൾ ഒരു ഗാനം ഓർക്കുകയാണ്. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി പുതുപ്പള്ളി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും ഇടയ്ക്കിടെ വല്ലപ്പോഴും ഞാനും കൊതിക്കാറുണ്ട്. മറക്കാൻ കഴിയില്ലല്ലോ. താങ്ക് യു. ഇനി കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം മാധ്യമപ്രവർത്തകരോടൊക്കെ സംസാരിക്കുന്നത് ഇപ്പം ഷൗട്ട് ചെയ്യുന്നതാണ്. അതിപ്പോ അഡ്വാൻസ് ആയിട്ട് പറയാൻ കഴിയില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചില നയപരമായ തീരുമാനങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനോപകാരപ്രദമായിട്ടുള്ള എല്ലാ സംഗതികളും അത് വേണ്ടപ്പോൾ വേണ്ട സമയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. നന്ദി, നമസ്കാരം. നിങ്ങൾ പുതിയ രീതിയിലൊക്കെ ഒന്ന് എഴുതാൻ പഠിക്കും. അതല്ലേ വേണ്ടത്. ഇനി നമ്മുടെ സലീമേട്ടൻ, അദ്ദേഹത്തിൻ്റെ ലൈവ് പല സിനിമകളെക്കുറിച്ചും ദേശീയ അവാർഡിനൊക്കെ ശേഷം അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു വിമർശനം, ലൈവ് ഇൻ്റർവ്യൂ വോയിസ്. അതായത് ഒരു ഇംഗ്ലീഷ് സിനിമ മലയാളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, എന്നിട്ട് അതിന് പ്രത്യേക കോറിയോഗ്രാഫി, പ്രത്യേക ഡയറക്ഷൻ, പ്രത്യേക നിർമ്മാണം, എന്നിട്ട് കുളിക്കാതെ പല്ല് തേക്കാതെ ഒറ്റ ദിവസം കൊണ്ട് 350 സിനിമകൾ ജഡ്ജ് ചെയ്തിട്ട് അതിന് അവാർഡ് കൊടുക്കുന്നു. ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലേ? താങ്ക് യു. ഇനി മലയാളത്തിന്റെ പ്രിയതാരം ശ്രീ ഹരിശ്രീ അശോകൻ, അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ശബ്ദം. കാനാന്ന് പറഞ്ഞപ്പോൾ വേണ്ടത് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. ഉണ്ടായിരുന്നു പണ്ട് കൃഷ്ണന് താടി ഉണ്ടായിരുന്നു. അന്നാണെങ്കിൽ പഠിക്കാൻ ബാർബറില്ലായിരുന്നല്ല. കൃഷ്ണന്റെ വേഷത്തെ ഇപ്പൊ കണ്ടാലും അവിടുത്തെ പട്ടിയലിട്ട് ഓടിക്കും. ആഴമ്പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങരുത് സുപ്രഭാതം. അമ്മേ, നമ്മൾ നാട്ടിൽ സോഡക്ക് സോഡ എന്നല്ല പറയണേ, പക്ഷെ ദുബായിൽ അങ്ങനല്ല. ഷോടക്ക് ഷോഡ എന്നാ പറയണേ. അമ്പട പൊളിസു പോലത്തൂല്ലേ. താങ്ക് യു. ഇനി മലയാളത്തിന്റെ പ്രിയപ്പെട്ട കുട്ടേട്ടൻ ശ്രീ വിജയരാഘവൻ, അദ്ദേഹത്തിന്റെ ശബ്ദം. അങ്ങ് വാളയാർത്ത് കേരളത്തിലോട്ട് കുത്തരയുള്ള ഒഴുക്ക വർഗീയമാണ് വിത്ത്. അന്വേഷിച്ച് പിടിച്ചപ്പം എന്നെ വലിയ പുള്ളികള്, ഒന്നൊരു മന്ത്രിയുടെ അളിയൻ, ഒന്നൊരു MLA അനന്തരവൻ, സ്വജാതിയല്ലേ വിട്ടേക്കാന്ന് വെച്ചപ്പം അത് ചത്തിക്കളെ വന്ന് പോയി പണി നോക്കണമില്ലേ എന്ന് ഞാനും പറഞ്ഞു. അവസാനം കാരണം കാണിക്കണമെന്ന് കാരണം കാണിക്കല്ല, കാരണം കുറ്റി നോക്കി അടി കൊടുക്കാൻ വേണ്ടത് കഴിവണമോ പറഞ്ഞ ചേറായി കളിയാക്കി പുല്ലാണാ പുല്ല് ഒന്ന് പോളാവേ. താങ്ക് യു. ഇനി മലയാളത്തിലെ മറ്റൊരു പ്രായമുള്ള താരം, നമ്മുടെ നടൻ ജിഷ്ണുവിൻ്റെ പിതാവ് കൂടിയായിട്ടുള്ള ശ്രീ രാഘവൻ. നിരവധി സീരിയലിലൊക്കെ അദ്ദേഹം ഇപ്പോൾ സജീവമാണ്. അദ്ദേഹത്തിൻ്റെ മിന്നുകെട്ട് എന്ന സീരിയലിലെ ശബ്ദം.
പ്രത്യേകം താമസിക്കുന്ന പെൺമക്കളോടൊപ്പം ഒരഭയാർത്ഥിയെ പോലെ കഴിയേണ്ടി വരുന്ന ഒരച്ഛൻ്റെ മനോവേദന ആധാരും മനസ്സിലാക്കുന്നില്ല. പുതിയ തലമുറയുടെ പാട്ടും കൂത്തുമൊന്നും എനിക്ക് വശമില്ല, പഴയത് മാത്രമേ അറിയാവൂ. അതുപോലെ എടാ സുധി, എൻ്റെ ഗുരുവായൂരപ്പ, എന്നെ കാത്തുള്ളടേ ഈശ്വര. ഇനി ശബ്ദ നമ്മളുടെ വെള്ളാപ്പള്ളി നടേശൻ സാർ, അദ്ദേഹത്തിൻ്റെ ശബ്ദം പലരും ചെയ്ത് SNDP ശാഖാ യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ ശബ്ദം അദ്ദേഹം കണിച്ചുകുളങ്ങരയാണ്. അതിനടുത്താണ് നമ്മളുടെ മുൻ പ്രതിരോധ വകുപ്പ് മന്ത്രി ശ്രീ AK ആന്റണി. അപ്പോൾ ഇവിടെ എല്ലാം സ്ലാങ് ഒരുപോലെയാണ്. അപ്പം ഈ നടേശൻ സാറിൻ്റെ ശബ്ദം മോർഫ് ചെയ്ത് AK ആന്റണിയിലേക്ക് എത്തുന്നത് അത് നോക്കാം. അതായത് ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തോടെ വാഴുന്ന മാതൃക സ്ഥാനമാണ് നമ്മെ പഠിപ്പിച്ച ശ്രീ നാരായണ ഗുരുദേവൻ്റെ ആപ്തവാക്യം ചെയ്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം എന്ന് പറഞ്ഞാൽ JCB ആണ്. കാര്യം എന്താ പറയുക, നല്ല മഞ്ഞ കളർ മൂത്ത്, അതൊരു വളരെ പൈശാചികവും വളരെ വെകുവായി പറഞ്ഞ് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആൻഡ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അതായത് ചേർത്തലയിൽ എല്ലാവർക്കും ചിക്കൻ ഗുനിയ വന്നു, എനിക്ക് മാത്രം വന്നില്ല. അപ്പോൾ സോണിയാജിക്കും മൻമോഹൻജിക്കും മനസ്സിലായി എനിക്ക് നല്ല പ്രതിരോധമുള്ള ആളാണ്. അങ്ങനെ തന്നെ പ്രതിരോധ വകുപ്പ് മന്ത്രിയാക്കി. അതിന് നമസ്കാരം. താങ്ക് യു. ഇനി അനുകരണത്തിന് വ്യത്യസ്ത അനുകരണമാണ് എങ്കിലും ഈ താരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായത് സർവ്വമത സംഗമമാണല്ലോ നമ്മുടെ രാജ്യം, നമ്മുടെ ഭാരതം, പ്രത്യേകിച്ച് നമ്മുടെ കേരളം. എല്ലാ നാനാജാതി മതസ്ഥരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഞാൻ ഒരു 3 മതങ്ങളിൽ നിന്ന് 3 പേരുടെ ശബ്ദം അനുകരിക്കുകയാണ്. അതായത് ആദ്യം ഒരു ചാക്യാർ, പിന്നെ അത് കഴിഞ്ഞ് മുസ്ലിയാർ, അത് കഴിഞ്ഞിട്ട് ഒരു പാസ്റ്റർ, ഇവരുടെ 3 പേരുടെ ശബ്ദം. ഓക്കെ, ആദ്യമായി ചാക്യാർ. അല്ലതാരാണ് ചാക്കേരാണ് വന്നിരിക്കുന്നത്, മനസ്സിലായില്ലാത്തുണ്ടോ? അല്ലാണ്ട് മാതൃഹസ്തേന ഭോജനം എന്താണ്? മാതാവിൻ്റെ കയ്യിൽ നിന്നുള്ള ഭക്ഷണം. രാജഹസ്തേന കങ്കണം എന്താണ്? രാജാവിൻ്റെ കയ്യിൽ നിന്നുള്ള പട്ടും വളയും. ബ്രഹ്മഹസ്തേന വിധിന് എന്താണ്? ബ്രാഹ്മണൻ്റെ കയ്യിൽ നിന്നുള്ള അറിവ്. ഇത് നമുക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ബഹുകയമായിട്ടുള്ള പല കാര്യങ്ങളും. അത് ആരൊക്കെയാണ് ഇരിക്കണത്? സുധീകം എല്ലാം ഉണ്ടല്ലോ, ഉല്ലാസ് പന്തളമുണ്ട്, സതീഷ് കാരക്കേടുണ്ടത്, അശ്വതിയൊക്കെ തീയണത് ഇപ്പോൾ അല്ല റണ്ടണ്ട. അപ്പോൾ ചാക്കരങ്ങോട് പോട്ടല്ലോ. ഇനി ഒരു മുസ്ലിയാർ. മദീന ഹൈ ക്യാ ഹൈ ഖൈറുൽ വറായേ വ ജന്നത്ത് നഹീ ഹൈ തോ ഫിർ ഔർ ക്യാ ഹൈ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ആ കർത്തവ്യങ്ങൾ പരിശുദ്ധമായ റമദാൻ മാസത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇബാദത്തുകൾ കൊണ്ട് നമ്മളുടെ ജീവിതം ധന്യമാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആകാശത്തിന്റെ അനന്ത നീലിമയിൽ നിന്നും അവൻ ഇറങ്ങി വരും താഴേക്ക്. അവൻ നമ്മുടെ രോഗങ്ങളെയെല്ലാം അവൻ ശമിപ്പിച്ചുകൊണ്ട് നമ്മൾ ഹല്ലേലൂയ സ്തോത്രം പാടി അങ്ങോട്ട് പോകുമ്പോൾ അവൻ കടന്നു വരും നമ്മളുടെ അരികിലേക്ക്. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരുകരങ്ങൾ നീട്ടിക്കൊണ്ട് നമ്മൾ പറയുമ്പോൾ നമ്മളെ ഹല്ലേലൂയ അപ്പോൾ എല്ലാവരും ഇരുകരങ്ങളും നീട്ടി മുകളിലേക്ക് ഉയർത്തി വിളിക്കൂ. സ്തോത്രം സ്തോത്രം. അടിപൊളി, ഒരു രക്ഷയിലായിരുന്നു അല്ലെ, പൊളിച്ചടുക്കി. ഇനി ബാക്കി അടുത്ത വരവില്. അപ്പൊ എന്താ പറയാ, ഒന്നും പറയാനില്ല. അതൊന്നും പറയാനില്ല. അങ്ങനെ പറയാം, അങ്ങനെ പറയല്ലേ. അങ്ങനെയാണ് എല്ലാരും വരുമ്പോ എന്തെങ്കിലുമൊക്കെ പറയും, പക്ഷെ ഞാൻ വന്നപ്പോ ഒന്നും പറയാറിയോ, വെളിയോട്ട് ഇറങ്ങട്ടെ പറയാമെന്ന് അവർ ഉദ്ദേശിച്ചത്. അയ്യോ അങ്ങനെയാണ്. അഭിപ്രായം പുറത്തിറങ്ങുമ്പോ പറഞ്ഞപ്പോ കാരണം നമ്മുടെ കോമഡി മസാലയുടെ ക്രൂ മെമ്പർ ആണ്, അപ്പൊ പിന്നെ പുറത്തേക്ക് ഇറങ്ങും പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? ഇല്ല, ഓരോ സ്റ്റാറും പക്കായിരുന്നു. അതെ, പെർഫെക്റ്റ് ആയിരുന്നല്ല. യെസ്, നിങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തില്ലേ? അടിപൊളിയല്ലായിരുന്നോ? യെസ് അല്ലേ? ഒന്ന് ആത്മാർത്ഥമായിട്ടൊരു കൈയടിക്കാൻ പോരട്ടെ, ഒന്ന് ശക്തിയായിട്ട് അടിച്ചേ. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇവിടെ അമൃത TVയുടെ കോമഡി മസാല എന്ന പ്രോഗ്രാമിൽ ഇതുപോലെ അതിൻ്റെ പിന്നണിയിൽ നിന്നും മുന്നിലേക്ക് വരുവാൻ വേണ്ടി അവസരമൊരുക്കിയ എല്ലാ പ്രിയമുള്ള സുഹൃത്തുക്കളും, പ്രത്യേകിച്ച് രതീഷ് കാരക്കാട്, തമ്പി സാർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് താൽക്കാലികമായി വിടുവാങ്ങും. നന്ദി, നമസ്കാരം. താങ്ക് യു.